ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ഫിഫ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നൊരു കാര്യം, അതുപോലെ 2034 വേൾഡ് കപ്പിൻ്റെ ഹോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം. രണ്ടും ദുരന്തം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയല്ല എന്നുള്ളതാണ് ഒരു കാര്യം. നമുക്ക് ആദ്യം ഫിഫ സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാം. അങ്ങനെ ഒരു വാർത്ത, അതായത് ഫിഫയുടെ ഒരു അസോസിയേഷൻ സന്തോഷ് ട്രോഫി, അതായത് നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ വന്നതാണ്. ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസണൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം പറയാം. ഏതായാലും ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിഫ അസോസിയേറ്റ് ചെയ്യുന്നു ഈ ഒരു സന്തോഷ് ട്രോഫി 2024 ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ എന്നുള്ളതാണ്. ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ട് അരുണാചൽ പ്രദേശിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പം ഇതിൽ ഫിഫയുടെ അസോസിയേഷൻ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഫൈനൽ മത്സരം കാണാൻ ഇൻഫാൻറ്റിനോ, ഫിഫ പ്രസിഡന്റ് എത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഫിഫ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ബോർഡർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അപ്പം അവരുടെ അതിർത്തിയിലുള്ള അല്ലെങ്കിൽ ബോർഡറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഇഷ്യൂസൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അരുണാചൽ പ്രദേശ് എന്നുള്ളതൊക്കെ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ 3 വിഷു താരങ്ങൾ അവരുടെ വിസയുമായി ബന്ധപ്പെട്ട്, അരുണാചൽ പ്രദേശിൽ നിന്ന് താരങ്ങളാണ്, അപ്പോൾ അവരുടെ വിസയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, അത് കൊടുക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അനുരാഗ് താക്കൂർ എന്ന സ്പോർട്സ് മിനിസ്റ്റർ ഈ ഒരു ഇവൻറ്റ് വിസിറ്റ് ചെയ്യായിരുന്നതാണ്. അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ പോയിരുന്നു. അപ്പം സംഭവം ഇത്ര തന്നെയാണുള്ളത്. അതായത് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ഇപ്പം ഇന്ത്യ, ചൈന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടെ നടക്കുന്ന ഈ ഒരു ടൂർണമെൻറ്റ് ഫിഫ അസോസിയേഷൻ കൊടുക്കില്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ ഫിഫ പ്രസിഡന്റിനെ പോലെ ഒരാൾ വരുന്നൊരു കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം അവർ പിന്മാറുന്നു എന്നുള്ള നിലയിലേക്ക് എത്തുന്നതെന്നുള്ളതാണ്. സോ ഇപ്പോൾ AFFൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നൊരു കാര്യം, അടുത്ത വർഷം ഒരു കോൺട്രവേഴ്സൽ അല്ലാത്തൊരു സ്റ്റേറ്റിലൊക്കെ വെച്ച് ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നടത്തും, എന്നിട്ടൊരു അസോസിയേഷൻ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ന്യൂസസ്. ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. എന്തിനാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? അപ്പം കഴിഞ്ഞ വർഷം സൗദി വെച്ച് ഫൈനൽ റൗണ്ട് മത്സരങ്ങളൊക്കെ നടത്തി, ഇത്തവണ ഇങ്ങനൊരു പദ്ധതി നടത്തുന്നു. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്ത് ബെനിഫിറ്റാണ് ഇങ്ങനൊരു ടൂർണമെൻറ്റ്, ഇങ്ങനൊരു അസോസിയേഷൻ നടന്നു, അല്ലെങ്കിൽ ഒരു സൗദി അറേബ്യ വെച്ച് നടന്നു, ഇതുകൊണ്ട് എന്ത് തരത്തിലുള്ളൊരു ഗുണമാണ് കിട്ടുന്നത്? അപ്പം സന്തോഷ് ട്രോഫി എന്ന് പറയുന്നൊരു പ്രസ്റ്റീജിയസ് ടൂർണമെൻറ്റ് ആയിരുന്നു. നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കണം, ആയിരുന്നു. അതായത് നമ്മളുടെ ഐ ലീഗൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് ഒരു 90s കാലഘട്ടത്തിലോ അല്ലെങ്കിൽ 2000 ആദ്യ കാലഘട്ടത്തിലൊക്കെ സന്തോഷ് ട്രോഫിക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു നാഷണൽ ടീം വരെയൊക്കെ പ്ലേയേഴ്സിനെ എടുത്തിരുന്നത്. പിന്നീട് ആ ഒരു മോഡേൺ ഫുട്ബോളിൽ അങ്ങനത്തെ ഒരു ടൂർണമെൻറ്റ് യാതൊരു വിധത്തിലുള്ള അർത്ഥമില്ല. ലീഗിനാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ ISLഉം ഐ ലീഗും ഐ ലീഗ് 2ഉം 3ഉം സ്റ്റേറ്റ് ലീഗും ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ താഴെ നിൽക്കുന്ന ഒരു ടൂർണമെൻ്റ് ആണ്. അപ്പം അതിന് ആ ഒരു പഴയ ഒരു ചരിത്രം അല്ലെങ്കിൽ ആ ഒരു പ്രതാപം വെച്ചിട്ട് അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം എന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് കാണിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഇപ്പം മര്യാദയ്ക്ക് യൂത്ത് ലീഗ് ഒന്നും, ഇപ്പം OCA പ്ലേയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. OCA പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ ചേഞ്ചൊക്കെ ഉണ്ടാകും. പക്ഷേ അതിപ്പോഴും ഒരു എന്ന് നടക്കുമെന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അവിടെ ഈ പറഞ്ഞ പോലെ യൂത്ത് ലീഗ്, നമ്മുടെ ഗ്രാസ് റൂട്ടാണ് ഏറ്റവും വലുത്. ഇപ്പോൾ യൂത്ത് ലീഗ് മര്യാദയ്ക്കൊന്നും അല്ല നടക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള മാച്ചസ് പോലും പ്ലേയേഴ്സിന്, ഒരു 10-20 മാച്ച് പോലും ഈ പറയുന്ന യങ് പ്ലേയേഴ്സിന് കിട്ടുന്നില്ല. അത്രയും മാച്ച് കിട്ടിയാലേ പ്ലേയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും സ്കൗട്ട് ചെയ്യാനും ജൂനിയർ ലെവലിലേക്കൊക്കെ സ്കൗട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം അതൊന്നും മര്യാദയ്ക്ക് നടത്താതെ ഈ പറഞ്ഞതുപോലെ ഇതൊരു ഗിമ്മിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫിഫ അസോസിയേഷനും അല്ലെങ്കിൽ സൗദി അറേബ്യ വെച്ച് സന്തോഷ് ട്രോഫി നടത്തുന്നതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഗിമ്മിക്സ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കാര്യം ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന കാലത്തോളം. ഇനി 2034 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിലൊരു ഹോസ്റ്റിംഗ്, സൗദിയോടൊപ്പം ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ 10 മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ ഇന്ത്യ നടത്തും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സംഭവിച്ചാൽ നല്ലതാണ്. കാരണം വേൾഡ് കപ്പ് പോലൊരു ഇവൻറ്റ് ഇന്ത്യയിൽ വെച്ച് നടക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ, നോ ഡൗട്ട്. സോ ഇപ്പോൾ സൗദി ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള യാസർ അൽ മിസാൽ എന്ന് പറയുന്ന ആൾ പറയുന്നു, ഇവർ സോളോ ഹോസ്റ്റായിട്ട് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. മറ്റ് ടീമുകളെ ഒന്നും അവർക്ക് അതിൻ്റെ പങ്കാളിത്തത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, സ്റ്റേഡിയംസ് ഉണ്ട്. സോ അങ്ങനെ ആയിരിക്കും എന്നുള്ള തരത്തിലേക്കാണ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് അടുപ്പിച്ചടുപ്പിച്ച് 2 ദിവസങ്ങളിൽ ഒന്നും നടക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതായത് 2034 വേൾഡ് കപ്പ് ഹോസ്റ്റിംഗ് കിട്ടിയിരുന്നെങ്കിൽ പേഴ്സണലി
നന്നായിരുന്നേനെ എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ അതും അങ്ങനെ നടക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു കാര്യം. ഇപ്പം എന്തേ ഡിസംബർ 31 കല്യാൺ ജോബി റഫറീസ് കമ്മിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ മീറ്റിംഗ് നടന്നു തുടങ്ങി. പല കാര്യങ്ങളിലും മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും AFFൻ്റെ പുതിയ ബോഡി വന്ന സമയത്ത് ആദ്യം നല്ല ഒരു രീതിയിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മൾ അതിനെപ്പറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിൽ വീഡിയോസും ഒക്കെ ചെയ്തതാണ്. അതിപ്പോൾ ഒരു ഉത്സാഹ കമ്മിറ്റി ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ആദ്യം നല്ല രീതിയിൽ ചെയ്ത് ഇപ്പം കുറേ എന്താ പറയുക മീഡിയ വഴി PR അല്ലെങ്കിൽ ഗിമ്മിക്സോ ഒക്കെ കാട്ടി ഫാൻസിൻ്റെ കണ്ണിൽ പൊടി കിട്ടാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂത്ത് ലീഗിൽ അങ്ങനെ പല കാര്യങ്ങളിലും വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. തീർച്ചയായിട്ടും ആദ്യ സമയത്ത് നമ്മുടെ ആദ്യം ബോഡി ഉണ്ടായിരുന്ന പ്രഫുൽ പട്ടേലിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അവർ പഴയ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഗിമ്മിക്സുകളും കാട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും പ്രതിഷേധങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഇതിൻ്റെ തരത്തിലുള്ള ഔട്ട്പുട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടണം. അല്ലാണ്ട് ഇപ്പം ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു OCA പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നതും ഒരു തരത്തിൽ എന്താ പറയുക അത് നടക്കില്ല എന്നുള്ള അറിയത്തില്ല. ഇതുപോലൊരു PR സ്റ്റണ്ടാണോ എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പൽസറി അറിയുക. സനി.